നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രഥമ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് ഡിസംബർ 5 നടക്കുകയാണ്. സ്റ്റുഡിയോ ഇവൻ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. രാത്രി ഇന്ത്യൻ സമയം 11:30 നറുക്കെടുപ്പ് ആരംഭിക്കുക. ഏതൊക്കെ ടീമുകൾ ആരോടൊക്കെ ഏറ്റുമുട്ടുമെന്നറിയാൻ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയത്തിന് വേണ്ടിയിട്ടുള്ള പോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 4 പോട്ടുകളിലായിട്ട് 32 ടീമുകൾ ഉൾപ്പെടുന്നു. അതായത് ഓരോ പോട്ടിലും 8 ടീമുകൾ വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. പോട്ട് 1-ൽ മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്ക്, പാരീസ് സെന്റ് ജർമ്മൻ, ഫ്ലെമിംഗോ, പാൽമിറാസ്, റിവർ പ്ലേറ്റ്, ഫ്ലുമിനൻസ് ടീമുകളാണുള്ളത്. പോട്ട് 2-ൽ ചെൽസി, ബൊറൂസിയ ഡോട്ട്മുണ്ട്, ഇന്റർ മിലാന്, പോർട്ടോ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബെൻഫിക്ക, യുവൻറ്റസ്, RB സാൽസ്ബർഗ് ടീമുകളാണ്. പോട്ട് 3-ൽ അൽ ഹിലാൽ, ഉൾസാൻ HDFC, അൽ അഹ്ലി, വെയ്ഡാഡ് കാസബ്ലാങ്ക, മോണ്ടറി, ലിയോണ്, ബൊക്ക ജൂനിയേഴ്സ്, ബോട്ടഫാഗോ എന്നീ ടീമുകളുണ്ട്. പോട്ട് 4-ൽ ഉറാവ റെഡ് ഡയമണ്ട്സ്, അലൈൻ FC, ട്യൂണിസ് FC, മെമലോദി സൗണ്ടേഴ്സ്, പച്ചൂക്ക, സിയാറ്റിൽ സൗണ്ടേഴ്സ്, ഓക്ലാൻഡ് സിറ്റി, ഇന്റർ മയാമി ടീമുകളാണിപ്പോൾ ഉള്ളത്. ഏതായാലും ഇതിൽ നറുക്കെടുപ്പിലൂടെ ഓരോ പോട്ടിൽ നിന്നുള്ള ടീമുകൾ മറ്റ് 3 പോട്ടുകളിലുള്ള ടീമുകളോട് ഏറ്റുമുട്ടുന്ന രൂപത്തിലുള്ള ഗ്രൂപ്പായിരിക്കും വരിക. ചുരുക്കത്തിൽ ഇപ്പം പോട്ട് 1-ൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി വന്നാൽ റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്ക്, പാരീസ് സെന്റ് ജർമ്മൻ, ഫ്ലെമിംഗോ, പാൽമറാസ്, റിവർ പ്ലേറ്റ്, ഫ്ലുമിനൻസ് ഈ ടീമുകളൊന്നും സിറ്റിയോട് ഏറ്റുമുട്ടാനുണ്ടാവില്ല. അവർക്ക് പോട്ട് 2-ൽ നിന്ന് മറ്റു ടീമുകളോടായിരിക്കും അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരിക. അതുപോലെ പോട്ട് 3-ൽ നിന്നൊരു ടീം വരും, പോട്ട് 4-ൽ നിന്നൊരു ടീം വരും. ആ രൂപത്തിലായിരിക്കും ഗ്രൂപ്പ് സ്റ്റേജ് സെറ്റാക്കുക. ഏതായാലും അതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് ഡിസംബർ 5 വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.